തന്റെ നീക്കാമില്ലാതിനൊട്ടും വാക്കുണ്ടെനിക്കു തന്റെ ലാതിനൊട്ടും യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം പഠിക്കുന്നത്, ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ കടന്നു വന്നു. അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഉടനെ തന്നെ കർത്താവ് മറുപടി പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കണം. അപ്പോൾ യൗവനക്കാരൻ മറുപടി പറഞ്ഞു, ഏത് കൽപ്പനകൾ? അപ്പോൾ കൽപ്പനകളെ കുറിച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു. അവൻ പറഞ്ഞു, യൗവനക്കാരൻ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ബാല്യം മുതലേ ചെയ്ത് പാലിച്ചു വരുന്നവനാണല്ലോ. കർത്താവ് അവനെ നോക്കി, നിനക്കൊരു കുറവുണ്ട്. നീ എല്ലാം ചെയ്യുന്നവനാണെന്ന് നീ പറഞ്ഞല്ലോ. ശരിയാണ്, നീ ഇതെല്ലാം ചെയ്യുന്നവനാണെങ്കിലും നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കണമെങ്കിൽ ആ കുറവെന്ന് പറയുന്നത്, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമില്ല. ഇന്ന് നിനക്ക് ഭൂമിയിൽ നിനക്ക് സമ്പത്തുണ്ട്, സ്വർഗത്തിൽ നിനക്ക് സമ്പത്തില്ല. ഈ വഴിക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ, യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവന് സമ്പന്നനായിരിക്കണം. എവിടെ സമ്പന്നത? ഭൂമിയിൽ പോരാ, സ്വർഗത്തിൽ സമ്പന്നനായിരിക്കണം. എവിടെയെങ്കിലും വരുമ്പോൾ, വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും അവിടെ താമസിക്കാനായിട്ടുള്ള കെൽപ്പ് അവനുണ്ടോ? അവിടെ മറ്റ് സർക്കാരിനും മറ്റു രാജ്യത്തിനും ആകാതിരിക്കത്തക്കവണ്ണമുള്ള ഉപജീവനം കഴിയാനുള്ള സമ്പത്ത് അവനുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അതിന്റെ തെളിവ് കാണിച്ചാലേ അവിടെ വിസ കിട്ടുള്ളൂ. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ഇതുപോലെയാണ്, ദൈവരാജ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചെലവിനുള്ള ഇതിനുള്ള സമ്പത്ത് അവനുണ്ടോ എന്നുള്ളത് നോക്കും. ഭൗമികമായത് പോരാ, സ്വർഗീയമായത് വേണം. ഇവനെ സംബന്ധിച്ച് ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. ഇവന്റെ കയ്യിൽ ഭൂമിയിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ അവിടെ ഇല്ല. നമ്മൾ ഇവിടുന്ന് അമേരിക്കയ്ക്കൊക്കെ പോകുന്ന നേരത്ത് ഇവിടെയൊക്കെ പണമുണ്ട്, പക്ഷെ അവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കും? അവിടെ പോകണമെങ്കിൽ അവിടുത്തെ ഡോളർ വേണം. അതില്ല. അതില്ലെങ്കിൽ പോകാൻ പറ്റില്ല. അവിടെ വേണം. അവിടുത്തെ ചെലവിന്, അവിടുത്തെ ജീവിതത്തിന് വേണ്ട പണം ഉണ്ട് എന്നുള്ളത് തെളിയിക്കണം. അതില്ല. അതുകൊണ്ട് പോക്ക് നടക്കില്ല. ഇതുപോലെയാണ് യൗവനക്കാരൻ. യൗവനക്കാരന് ഇവിടെ ഇഷ്ടംപോലെ പൈസയുണ്ട്, ധാരാളം ധനവാനാണ്. എന്നാൽ സ്വർഗീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ദരിദ്രനാണ്, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, ആദ്യം അതുണ്ടാക്കണം. ആദ്യം അതുണ്ടാക്കണമെന്നുള്ള വഴി എന്താ? അതിന് നീ ഒരു കാര്യം ചെയ്യണം, നിനക്കുള്ളതെല്ലാം വിൽക്കണം. ഈ ഭൂമിയിൽ നിനക്കുള്ള സമ്പത്ത് എല്ലാം വിൽക്കണം. എന്തോരം ഉണ്ടെന്നുള്ളതല്ല. 1 ഏക്കർ കൊടുത്താൽ മതിയോ, 2 ഏക്കർ കൊടുത്താൽ മതിയോ, അതൊന്നുമല്ല അവിടെ പറഞ്ഞു. നിനക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വിൽക്കണം. അത് മുഴുവനും വിറ്റതിന് ശേഷം ആ പണം ദരിദ്രർക്ക് കൊടുക്കണം. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാകും. പിന്നെ നീ സമ്പന്നനാണ്. ഇവിടെ നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും സ്വർഗത്തിൽ സമ്പന്നനാണ്. എന്നിട്ട് വന്ന് എന്നെ അനുഗ്രഹിക്കണം, ക്രിസ്തുവിനെ അനുഗ്രഹിക്കണം. അപ്പോൾ സ്വർഗത്തിൽ സമ്പത്ത് വേണം, ക്രിസ്തുവിനെ അനുഗ്രഹിക്കണം. എന്നാൽ നീ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. അപ്പം 3 കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണം. ഇതാണ് കർത്താവ് വചനത്തിൽ കൂടി അവിടെ അവനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് കൽപ്പനകൾ അനുസരിക്കണം. രണ്ടാമത്തത് സ്വർഗത്തിൽ സമ്പത്ത് വേണം. മൂന്നാമത്തത് ക്രിസ്തുവിനെ അനുകരിക്കണം. ഈ 3 കാര്യമുള്ളവൻ മാത്രമേ ഈ ലക്ഷ്യത്തിലെത്തുള്ളൂ. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപായം പറയാമെന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും അവിടെ സാധിക്കില്ല. അതുകൊണ്ട്
ഈ 3 കാര്യങ്ങളിൽ ദൈവത്തിന്റെ സഭയിലേക്ക് വരുന്നവൻ ശ്രദ്ധ വെച്ചാൽ അവൻ ഉദ്ദേശിച്ച സ്ഥാനത്തെത്തും. ഇല്ലാത്തവൻ ഉദ്ദേശിച്ച സ്ഥാനത്തെത്തില്ല. ആ ശ്രേഷ്ഠമായ പദവിയിൽ എത്തുകയില്ല. അടുത്ത ഭാഗം, ഈ യൗവനക്കാരൻ ഇത് കേട്ടു. അയ്യോ, അവൻ വളരെ ധനവാനായ, വളരെ സമ്പത്തുള്ളവനാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്ത് താൻ ഒന്നും ഇല്ലാത്തവനാകുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന്റെ കാരണം, സമ്പത്തും പണവും ഒക്കെയും ഒരു മനുഷ്യന് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാനം ചെറിയൊരു സ്ഥാനമൊന്നുമല്ല. ഈ ലോകത്തിൽ നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ മതിയല്ലോ, വിശ്വാസികളുടെ ഇടയിൽ ഒരു സമ്പത്തുള്ളവൻ, സമ്പന്നം വരുന്നതും ദരിദ്രം വരുന്നതും രണ്ടായിട്ട് തന്നെയാണ്. നമ്മൾ വർത്തമാനം പറയുമ്പോഴൊക്കെ ഭയങ്കര കാര്യങ്ങൾ പറയും. പക്ഷേ സമ്പത്ത് മനുഷ്യനുണ്ടാക്കുന്ന നില അത് വലുത് തന്നെയാണ്. അതിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ അത് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ള സമയമല്ല. അപ്പോ അത്രമാത്രം സമൂഹത്തിൽ ഒരു സ്ഥാനമുള്ള മനുഷ്യനാണ് ആ വന്നു നിൽക്കുന്നത്, യൗവനക്കാരൻ, നിത്യജീവനെ അന്വേഷിച്ച് വന്നു നിൽക്കുന്നത്. അപ്പൊ അവനോട് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. അവൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുഃഖിതനായി, വളരെ ദുഃഖിതനായി. കാരണം ഈ പണം മുഴുവനും, സമ്പത്ത് മുഴുവനും നശിപ്പിച്ചിട്ട് ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അവൻ ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു എന്നാ, പോയിക്കളഞ്ഞു. അപ്പോ അരികെ നിന്നവര് പല അഭിപ്രായം പറഞ്ഞു. ആർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? കാരണം ആരെങ്കിലും സമ്മതിക്കോ തങ്ങളുടെ സമ്പത്തെല്ലാം പോകാനായിട്ട്? എല്ലാം പൊയ്ക്കോട്ടെ എന്ന് പറയാൻ ആരെങ്കിലും സമ്മതിക്കോ? എല്ലാം വിട്ട് സ്വർഗത്തിൽ സമ്പത്തുണ്ട് കർത്താവിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ അധികം പേര് സമ്മതിക്കില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്കാണ്, കർത്താവ് അവനെ സ്നേഹിച്ചു എന്നാ. ആരെ? തന്റെ അടുക്കൽ വന്ന യൗവനക്കാരൻ ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ്. അത്ര സ്നേഹമുണ്ട് കർത്താവിന് അവനോട്. കാരണം അവന്റെ ഉള്ളു നല്ലതാ. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്ന് പറയും സമ്പത്താ. അപ്പൊ ആ കൂടെ നിന്നവര് ചോദിച്ച്, കർത്താവ് ഇങ്ങനെയാണെങ്കിൽ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയും? ആർക്ക് ആ സ്ഥലത്തെത്താൻ കഴിയും എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് സ്നേഹിച്ച അവനെ ഇതെല്ലാം ഈ വഴിയിൽ കൂടി എല്ലാം നടത്തി കർത്താവിന്റെ സഭയിൽ എത്തിക്കാൻ ദൈവത്തിന് അറിയാവുന്നു. ദൈവം ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? അവിടെയാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ സമ്പന്നനായിരിക്കെ ദരിദ്രനായിത്തീരാൻ, പ്രത്യാശയുള്ളവനായിരിക്കെ പ്രത്യാശയില്ലാത്തവനായിത്തീരാൻ, എല്ലാ ബന്ധുക്കളും ഉണ്ടായിരിക്കെ ആരും ഇല്ലാതായിത്തീരാൻ, പ്രിയപ്പെട്ടവരെല്ലാവരും ജീവിച്ചിരിക്കെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇല്ലാതായിത്തീരാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. എങ്ങനെ? യാക്കോബ് തന്റെ ഏറ്റവും പ്രിയ മകനായി യോസഫിനെ കരുതിയിരിക്കുക. യോസഫ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യാക്കോബിന് മരണം സംഭവിക്കും. അതുപോലുള്ള വിഷയങ്ങളാണ്. പക്ഷേ യാക്കോബിന് ഹൃദയത്തിൽ നിന്ന് യോസഫിനെ ഒന്ന് മാറ്റണം. ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. സഹോദരന്മാർ അവരുടെ വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു. മൃഗത്തിന്റെ രക്തം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയാണോ എന്ന് പരിശോധിച്ചറിയണം. യാക്കോബ് പരിശോധിച്ചപ്പോൾ ശരിയാ, എന്റെ മകന്റെ അങ്കി തന്നെയാണ്. അയ്യോ, ഏതോ മൃഗം എന്റെ മകൻ വയലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് അവനെ വലിച്ചു കീറി കളഞ്ഞ് തിന്നുകളഞ്ഞ്, അതിന്റെ രക്തമാണ് ഈ കുപ്പായത്തിൽ കാണുന്നത്. വിലാപമായി, ദുഃഖമായി. അപ്പോൾ ഓർക്കണം, ഈ കൊണ്ടുവന്നവർക്കറിയാം യോസഫ് മരിച്ചിട്ടില്ല എന്ന്. യോസഫ് മരിച്ചെന്ന് അറിയേണ്ടവൻ യാക്കോബാണ്. യാക്കോബിന് അങ്ങനെ ഒരു ഹൃദയം വേണം. യാക്കോബിന്റെ ഹൃദയത്തില് യോസഫ് മരിച്ചിരിക്കണം. ബാക്കിയുള്ളവർക്ക് അറിയുകയും ചെയ്യാം മരിച്ചിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് ദൈവം ഒരാളെ ഉദ്ദേശിച്ചാൽ ഏത് നിലയ്ക്ക് അവനെ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് കൊണ്ടുവരാൻ സാധിക്കും. ഒരിക്കലും ഒരു ദിവസം ഇവിടുന്ന് ഒരു സ്ഥലത്ത് യാത്ര പോയിച്ച് തിരിച്ചു വരാനായിട്ട് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ. അപ്പൊ ഇഷ്ടം ബസ്സുണ്ട്. പക്ഷെ നോക്കിയപ്പോ പൈസ ഇല്ല കയ്യിൽ. വരാനുള്ള പൈസയില്ല. കുറെ നേരം നോക്കി നിന്നതിന് ശേഷം ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ മനുഷ്യൻ പിന്നെ ഈ രാത്രി ആരോടാ പൈസ ചോദിക്കണേ? കടം ചോദിക്കുന്ന ആരോടാ?
വണ്ടിക്കാരോട് പറയാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ നാണക്കേടാ. ആ മനുഷ്യൻ തനിക്കറിയാവുന്ന ഒരു ഇടവഴി കയറി ഇങ്ങ് നടന്ന് വിഷമിച്ച് വീട്ടിൽ വന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു, "ഇതിനെ പറ്റി ഇങ്ങനെ നടന്നു വരുന്നതല്ലേ?" ഞാനിങ്ങനെ നടന്നു, അത്രേ ഉള്ളൂ. കാര്യം പറഞ്ഞില്ല. അദ്ദേഹം വീട്ടിൽ വന്ന് കുളിച്ചു, റെഡിയായി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ സമയം കഴിഞ്ഞ് കിടന്നുറങ്ങി. അടുത്ത ദിവസം നോക്കുമ്പോൾ തന്റെ ബാഗ് പരിശോധിച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു നോട്ട് ഇരിക്കുന്നു. ഒരു നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അന്നത്തെ സമയത്ത് 4 രൂപയോ മറ്റേ വണ്ടിക്കാശുള്ളൂ. അതിലൊരു 50ന്റെ നോട്ട് ഇരിക്കുന്നു. ഏതോ സന്ദർഭത്തിൽ വെച്ച് മറന്നുപോയതാ. അവിടെ നിന്ന് ഈ നോട്ട് 50ന്റെ നോട്ട് വെച്ച് 4 രൂപയുടെ യാത്ര ബസ്സിന് പോകാൻ സാധിക്കാതെ നടന്നു പോന്നു. കാരണം അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ സമ്പത്ത് ഉണ്ടായിരിക്കെ തന്നെ സമ്പത്തില്ലാത്തവനായിട്ട് ജീവിപ്പിക്കാൻ ദൈവത്തിന് അറിയാമെന്നാ പറഞ്ഞാൽ അർത്ഥം. എല്ലാം ഉണ്ട്, എല്ലാം എന്തിനാ കുറവ്? അതുപോലെ 10 പ്രാവശ്യം പോയി വരാനുള്ള കാശ് അതിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവില്ലതില്ല. അത് അനുഭവിക്കും. ഇതാണ് ഒരു മനുഷ്യനെ കുറിച്ച് അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു വചനം ഇപ്രകാരം പറയുന്നത് കേൾക്കുന്നത്: പരീക്ഷ സഹിക്കാം, ശോധന സഹിക്കാൻ പറ്റൂല. ശോധന എന്ന് പറയുന്നത് നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അത് വരുത്തി അത് വെളിപ്പെടുത്താൻ ദൈവത്തിന് അറിയാം. എന്ന് യോസഫ് ഇല്ലെങ്കിൽ യാക്കോബ് എന്ത് ചെയ്യും? വിശ്വാസം വിട്ടിട്ട് പോവോ? അറിയണമല്ലോ. യോസഫ് മരിച്ചു എന്നുള്ളത് പൂർണ്ണമായി ബോധ്യമായി തന്റെ ചിന്തയിൽ വന്നു. അവൻ പറഞ്ഞത് വിശ്വാസമൊന്നും വിട്ടുപോയില്ല. ഞാൻ ഒരു ദിവസം എന്റെ നരയെ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിലേക്ക് ഇറക്കും. പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞ് വിശ്വാസമൊന്നും വിട്ടില്ല. അത് ശോധനയാണ്. യോബിന്റെ ജീവിതത്തില് സകലതും നഷ്ടപ്പെട്ടു. സകലതും ഒന്നുമില്ലാതാകണം. ശോധനയാണ്, പരീക്ഷയാണ്, എല്ലാം നഷ്ടപ്പെട്ടു. അബ്രഹാമിന്റെ ജീവിതത്തില് അബ്രഹാമിന് ഭൗതികമായിട്ടുള്ള ഒരു കാര്യം പ്രശ്നമല്ല. മാതാപിതാക്കളെ വിട്ട്, ഭവനത്തെ വിട്ട്, പണത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, സ്വദേശത്തെ വിട്ട് എല്ലാം വിട്ടിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ അവനെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കാനാ? നിനക്ക് ഇന്നത് വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എന്തിനു തയ്യാറായിട്ട് അവൻ ഒറ്റ ലക്ഷ്യമാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ പട്ടണം, ആ സ്വർഗീയ പട്ടണമാണ് അബ്രഹാമിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവനെ ആരും പേടിപ്പിക്കാൻ പറ്റില്ല. അവനെ ആരും നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വരും പേടിക്കാൻ പറ്റില്ല. പിന്നെ അവനെ തൊടാവുന്ന ഒറ്റ കാര്യമുള്ള പ്രത്യാശ മാത്രമേ ഉള്ളൂ. നിനക്ക് സ്വർഗീയ പ്രത്യാശ കർത്താവ് പറഞ്ഞൊന്നും നടക്കില്ല എന്ന് തന്നെ അവിടെയാണ് കൈവച്ചത്. മകനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞേക്കുക. മകനില്ല. അവൻ മകനെ കൊണ്ട് യാഗം കഴിക്കുമെന്ന് ഉറപ്പാ. അവൻ പോയി കത്തി വാങ്ങി വെട്ടുമെന്ന് ഉറപ്പായി അവന്റെ ഹൃദയത്തിൽ. എന്നാലും അവൻ വിശ്വാസത്തിൽ കർത്താവുമായിട്ട് അകന്നു മാറുകയില്ല എന്ന് ശോധന ചെയ്ത് പറഞ്ഞു. ആ പരീക്ഷയിൽ കൂടി അത് വെളിപ്പെട്ടു. ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മെ ശോധന ചെയ്ത് അറിയുന്നവനാണ്. ഇന്ന് നിനക്ക് കുറച്ച് സമ്പത്ത് വന്നാൽ നീ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. സമ്പത്തില്ലാതെ പോയാൽ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. നിനക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് കർത്താവ് വെളിപ്പെടുത്തും. ആരും ഇല്ല, മനസ്സുകൊണ്ട് അത് ആരും ഇല്ലാതാക്കും. നിനക്ക് ഉപജീവനത്തിന് മുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഉറ്റ സ്നേഹിതര് വിട്ടാൽ എന്ത് ചെയ്യും? കൂട്ടുതുണിക്ക് മറുതുണി ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതെല്ലാം ശോധന ചെയ്ത് അറിഞ്ഞിട്ട് മാത്രമേ വചനം പറയുന്നത് കൊള്ളാകുന്നവൻ, അവനെയാണ് പറയുന്നത് കൊള്ളാകുന്നവൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ജീവകിരീടം പ്രാപിക്കും. അവൻ കൊള്ളാകുന്നവനാകണം. വെറുതെ ഒരാൾ കൊള്ളാവുന്നവനാവില്ല. ദൈവത്താൽ സകലതും സാധിക്കും. നിങ്ങൾ വിചാരിച്ചു ഇന്ന് അവൻ ദുഃഖിച്ച് പൈസ സമ്പത്ത് ആർക്കും കൊടുക്കാൻ കഴിയില്ലാതെ തിരിച്ചുപോയി നിത്യജീവൻ വേണ്ടാന്ന് പറഞ്ഞുള്ള നിലയിൽ അങ്ങ് പോയിരിക്കുന്നത്, അവനെ അങ്ങ് വിടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. കർത്താവ് അവനെ സ്നേഹിച്ചവനാണ്. ദൈവത്തിന് സകലതും കഴിയും. അവന്റെ സമ്പത്താണ് അവന് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമെങ്കിൽ അതിന്
മേൽ തൊടാൻ ദൈവത്തിന് കഴിവുണ്ട്. അവൻ തക്ക സമയത്ത് അത് പ്രവർത്തിക്കും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അല്ലാതെ ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. മറ്റൊന്നിനെയും മറ്റൊന്നിനെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആശ്രയമായിട്ട് കരുതാൻ പാടില്ല. അതാണ് യോബിന്റെ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പൊന്നെന്റെ ശരണമാക്കിയെങ്കിൽ, മനുഷ്യനെ ഞാൻ ആശ്രയിച്ചെങ്കിൽ, ജഡത്തെ ഞാൻ ആശ്രയിച്ചെങ്കിൽ, ഈ ലോകത്തിൽ എന്തിനെങ്കിലും ഞാൻ ആശ്രയിച്ചെങ്കിൽ, എന്ത് എന്നാലും പല ചിന്തയുണ്ട്. എന്ത് എന്നാലും നമുക്ക് ഇന്ന ആവശ്യം വന്നാൽ ഇന്നത് ചെയ്യാം എന്ന് കണക്കൂട്ടിയിരിക്കുന്നുണ്ട്. അവിടെ തൊടൂ ദൈവം. കാരണം കാരണം ദൈവമായിരിക്കണം ഭക്തന്റെ പൊന്ന്. ദൈവമായിരിക്കണം ഭക്തന്റെ സ്നേഹിതൻ. ദൈവമായിരിക്കണം ഭക്തന്റെ ബന്ധു. ദൈവമായിരിക്കണം ഭക്തന്റെ സർവ്വതും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പഠിപ്പിച്ച് അങ്ങനെ ആശ്രയിക്കാൻ ഒരു മനുഷ്യൻ പ്രാപ്തനായതിനു ശേഷമേ അവനെ കൊള്ളാകുന്നവൻ എന്ന നിലയിൽ ദൈവം അംഗീകരിക്കൂ. അവനുള്ളതാണ് ജീവകിരീടം. അവനുള്ളതാണ് ദൈവത്തിന്റെ സന്നിധിയുള്ള ശ്രേഷ്ഠ സ്ഥാനം. ആ സ്ഥാനത്തിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ബോധ്യത്തോടുകൂടി നാം കർത്താവിന്റെ സന്നിധിയിൽ കീഴടങ്ങി അനുസരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ മുട്ട മുടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേട്ടു. ദൈവമേ, കർത്താവെ, യേശുവെ, ഞങ്ങൾക്ക് കർത്താവിനെ പിൻപറ്റി സ്വർഗീയ അനുഗ്രഹത്തിൽ എത്തണമെങ്കിൽ ഞങ്ങൾക്ക് കൽപ്പന അനുസരിക്കണം. സ്വർഗത്തിൽ സമ്പത്ത് വേണം, കർത്താവിനെ പിൻപറ്റണം. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരിക്കാൻ ഞങ്ങളിതാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പലതിലും ആശ്രയം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പലതിലും അഭിമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ജഡത്തിൽ ആശ്രയിക്കുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ദൈവമേ, പല കാര്യങ്ങളിലും ഞങ്ങൾ ആശ്രയമുണ്ട്. എന്നാൽ അതൊന്നുമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു കർത്താവ് മനസ്സിലുള്ളതുപോലെ ഞങ്ങളൊന്ന് സിയോൻ പർവ്വതം പോലെ നിൽക്കട്ടെ. കർത്താവ് നിൽക്കട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ വീഴും, ജഡത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, ലോകത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കും. ദൈവമേ, കരുണ തോന്നണം. പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് പോയി തന്നെ പ്രാർത്ഥന.